السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا بثالث فقالوا إنا إليكم مرسلون. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وما لي لا أعبد الذي فطرني وإليه ترجعون. أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون. إني إذا لفي ضلال مبين. إني آمنت بربكم فاسمعون. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. صدق الله مولانا العظيم.
وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قل الحق وإن كان مرا صدق محمد رسول الله. يا نفس لا تقنطي من زلة عظمات إن الكبائر في الغفران كاليمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا ومولانا محمد. ആദരണീയരായ ഉസ്താദുമാരെ, മറ്റു നേതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയഭാഗമായ സദസ്സിന്റെ ആവശ്യപ്രകാരം സൂറത്തു യാസീൻ തുടർന്നിങ്ങനെ വരികയായതുകൊണ്ട് പെട്ടെന്നൊരു വിഷയത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ വിഷയവുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് കാണാൻ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ, ഖുർആനിക ആയത്തുകളുടെ ക്രമീകരണം, ചാരുത ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ആദ്യം മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വരെ അതിൻ്റെ ഒരു ചെറിയ ഷോർട്ടൊന്ന് പറയണമെന്ന് സദസ്സിൽ നിന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ തന്നെ പറയണമെന്ന് ഉദ്ദേശിച്ചതാണ്. ഇന്നലെയും മെനിയാന്നുമൊക്കെ ഏകദേശം അതിൻ്റെ ഒരു ചെറിയ രൂപത്തിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നും ഇൻഷാ അല്ലാഹ് അത് പറയും. അതിനുവേണ്ടി 1, 2, 3 മിനിറ്റ് മാത്രമേ നമുക്ക് കളയേണ്ടി വരൂ. നാം പറഞ്ഞു വന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിട്ട് യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷി, നബിയെ നിങ്ങൾ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽപ്പെട്ടയാൾ തന്നെയാണ്, പ്രവാചകരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണെന്നത് കൊണ്ട് തന്നെ അലാ സിറാത്തിൻ മുസ്തഖീം, നിങ്ങൾ എന്നും നേരായ മാർഗത്തിലാണ്. ഒരു വളവോ ചെരിവോ വക്രതയോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കേണ്ടതല്ല. തൻസീലൽ അസീസിർ റഹീം, അസീസും റഹീമുമായ അജയ്യനായ ദയാപരനായ പടച്ച റബ്ബിന്റെ അവതരണമാണ് നിങ്ങൾ പ്രവാചകരാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ ഞാൻ സത്യം ചെയ്ത യുക്തിപത്രമായ ഖുർആൻ. ആ ഖുർആൻ നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചത് എന്തിനാ? ലിതുൻദിറ ഖൗമമ്മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. അപ്പൂപ്പന്മാർക്ക് പോലും താക്കീതു ലഭിച്ചിട്ടില്ലാത്ത പൂർവ്വപിതാക്കന്മാർ പോലും വയലെന്താണ്, പ്രസംഗമെന്താണ്, ഉത്ബോധനമെന്താണെന്ന് കേൾക്കാതെ സാംസ്കാരികമായി തകർന്നുപോയ ഒരു സമൂഹത്തെ നിങ്ങൾ താക്കീത് ചെയ്ത് നേരിന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നബിയെ നിങ്ങൾക്ക് ഞാൻ ഈ ഗ്രന്ഥം ഇറക്കി തന്നത്. എന്നാൽ നിങ്ങൾ ജനങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അവരിലേക്ക് സമർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ ഖുർആൻ അത് യുക്തിഭദ്രമാണ്, സുഭദ്രമാണ്. ആ ഗ്രന്ഥത്തിന് 500 കൊല്ലം വഴലെന്താണ്, പ്രസംഗമെന്താണെന്ന് കേൾക്കാത്തവരെ നന്നാക്കാനുള്ള കെൽപ്പ് ഉണ്ട്. നിങ്ങളാണെങ്കിലോ എല്ലാ നിലക്കും തികഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയുമാണ് നബിയെ. എല്ലാം കൊണ്ടും പൂർണ്ണമായതുകൊണ്ട് ഇനി അങ്ങ് ഇറങ്ങിച്ചെന്ന് പ്രബോധനം നടത്തുമ്പോഴേക്ക് എല്ലാവരും നിങ്ങളിലേക്ക് കൂലം കുത്തി ഒഴുകുമെന്ന് നിങ്ങൾ ധരിച്ചു വശായാൽ
സമൂഹത്തിൽ നിന്ന് കിട്ടാനുള്ളത് അതല്ല. ന്യൂനപക്ഷം മാത്രമേ നിങ്ങളുടെ ശബ്ദം കേൾക്കൂ. ഭൂരിപക്ഷം നിങ്ങൾക്കെതിരെ നിൽക്കും, സത്യത്തിന് പുറം തിരിഞ്ഞു നിൽക്കും. അന്ന് അവരുടെ പുറം തിരിഞ്ഞു നിൽപ്പിൽ നിങ്ങൾക്ക് മടുപ്പ് വരാതിരിക്കാൻ, അവരോട് നിങ്ങൾക്ക് വിഷമം തോന്നാതിരിക്കാൻ, ദൗത്യ നിർവഹണത്തിൽ അലസത വരാതിരിക്കാൻ നബിയെ ഒരു കാര്യം പ്രഖ്യാപിക്കട്ടെ. ഭൂരിപക്ഷം ജനത അവരുടെ കഴുത്തിൽ നാം കുരുക്കുകളാക്കി ഇട്ടിരിക്കുന്ന ചങ്ങലകൾ, താൽപര്യത്തിന്റെ ചങ്ങലകളും മുന്നിലും പിന്നിലും ഇടത്തും വലത്തുമൊക്കെ സ്ഥാപിച്ച മഹാഭിത്തികളും പൊട്ടിച്ചെറിയാനോ തകർത്തെറിയാനോ അവർ തയ്യാറായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ താൽപര്യങ്ങളുടെ ചങ്ങലയിൽ കിടന്നു തന്നെ അവരുടെ ജീവിതം തീരും. അവർക്ക് സത്യം കേൾക്കാനോ കാണാനോ അനുസരിക്കാനോ കഴിയില്ല നബിയെ, തീർച്ചയായും. എന്നാൽ അത്തരം ആളുകളെ നിങ്ങൾ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കണക്കാണ്. അവർ നന്നാകാൻ പോകുന്നില്ല, അവർക്കതുകൊണ്ടൊരു ഉപകാരവും കിട്ടുന്നില്ല. പക്ഷേ ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടും. ചെയ്യാതിരുന്നാൽ നബിയെ അത് നിങ്ങൾ ബാധ്യത നിറവേറ്റാത്തതിന്റെ ലിസ്റ്റിലാണ് ഉണ്ടാവുക. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് നേരെയാക്കാൻ പറ്റുക, വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ പറ്റുക രണ്ട് ഗുണമുള്ള മനുഷ്യരെ മാത്രമേ ഉള്ളൂ. മനിത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്, രഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടിക്കുകയും അതേ രൂപത്തിൽ തന്നെ വഴല് കേൾക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന ജനത്തെ മാത്രമേ നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയൂ. അവർക്ക് പാപമോചനമുണ്ടെന്നും ഉദാരമായ പ്രതിഫലമുണ്ടെന്നും നിങ്ങൾ അവർക്ക് സുവിശേഷം അറിയിക്കണം നബിയെ. എപ്പോഴാണ് ഈ മഗ്ഫിറത്ത്, എന്നാണ് ഈ ഉദാരമായ പ്രതിഫലം ലഭിക്കുന്നത്? ഇതല്ല ജീവിതം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ദുനിയാവല്ല ജീവിതം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. ഇതാ തീർച്ചയായും നിങ്ങൾ മരിച്ചതിന്റെ ശേഷം നിങ്ങളെ പുനരെഴുന്നേൽപ്പിക്കും. പുനരുത്ഥാനം എല്ലാവർക്കും നടക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ നമ്മൾ കേട്ടു. അതുകൊണ്ട് അന്ന് പുനരുത്ഥാന നാളിൽ നിങ്ങളെ ഹിസാബെടുക്കാൻ ഇന്ന് തന്നെ നിങ്ങളുടെ കർമ്മരേഖകൾ കൃത്യമായി എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾ പ്രവർത്തിച്ച നന്മകളും തിന്മകളും മാത്രമല്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കണ്ടു പ്രവർത്തിച്ച അനന്തര ഫലങ്ങളടക്കം, നിങ്ങളുടെ പാദമുദ്രകളടക്കം യഥാർത്ഥത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ചേർത്തുന്നുണ്ട്. എല്ലാം വ്യക്തമായും ക്ലിപ്തമായും ഞാൻ ചേർത്തി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഇതുവരെ നാം പറഞ്ഞു വെച്ചത്. ഇനി അതിനോട് നമ്മൾ തുടർന്ന് വായിക്കാൻ പോവുകയാണ്. വദ്രിബ് ലഹും മസല. നബിയേ, ഈ പറഞ്ഞ ആശയത്തിന് നിങ്ങളൊരു പൊള്ളുന്ന ഉദാഹരണം പറഞ്ഞു കൊടുക്കണം സമൂഹത്തിന്. വദ്രിബ് ലഹും മസല. ഈ പറഞ്ഞ ആശയത്തിന് നബിയെ നിങ്ങൾ നല്ല പൊള്ളുന്ന ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണം നബിയെ. എന്താ പറഞ്ഞു വെച്ച ആശയം? ഭൂരിപക്ഷം ജനത നന്നാവില്ല, ന്യൂനപക്ഷം മാത്രമേ സത്യം സ്വീകരിക്കൂ. ഭൂരിപക്ഷം എപ്പോഴും സത്യത്തിനോട് പുറംതിരിഞ്ഞേ നിൽക്കൂ, ന്യൂനപക്ഷം മാത്രമേ സത്യം സ്വീകരിക്കൂ എന്നതാണല്ലോ പറഞ്ഞ ആശയം. അതിന് തയ്യാറാകുന്നവൻ പടച്ചവനെ പേടിയുള്ളവനാണ്, ഉത്ബോധനത്തെ പിന്തുടരാൻ തയ്യാറുള്ളവനാണ്. അവന് മഗ്ഫിറത്തും അജ്റും കരീമും കിട്ടുകയും ചെയ്യും. ഇതാണല്ലോ ഇതുവരെ പറഞ്ഞു വന്നതിന്റെ ആകത്തുക. അതേ വദ്രിബ് ലഹും മസല. അതിന് നിങ്ങൾ അവർക്ക് നല്ല ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കണം. ഏതാണ് ആ ഉദാഹരണം? അഥവാ അസ്ഹാബൽ ഖർയ, ആ നാട്ടുകാരുടെ ഉദാഹരണം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം നബിയെ. ഒരു നാട്ടുകാരുടെ ഉദാഹരണം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇദ് ജാഅഹൽ മുർസലൂൻ, ആ നാട്ടിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്മാര് കടന്നു ചെന്ന സമയത്ത് അവിടെ ഉണ്ടായ സന്ദർഭം നബിയെ നിങ്ങളൊന്ന് വിവരിച്ചു കൊടുത്താൽ ഇതിന് പറ്റിയ നല്ല ഒരു ഉദാഹരണമായി. വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖർയതി ഇദ് ജാഅഹൽ മുർസലൂൻ. ഒരു നാട്ടിലേക്ക് അല്ലാഹു പറഞ്ഞയച്ച പ്രവാചകന്മാർ
അവരവരുടെ പ്രബോധന ദൗത്യം ആ മണ്ണിൽ നിർവഹിച്ചപ്പോൾ ആ നാട്ടുകാരവരോട് എങ്ങനെ പ്രതികരിച്ചു? അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാര്യം ശരിക്കും ബോധ്യപ്പെടും. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷം. ആ നാട്ടിൽ ഒരൊറ്റ കുട്ടി മാത്രമാണ് അവരുടെ ശബ്ദം കേട്ടത്. അതാണ് എന്ന് പറഞ്ഞ ആ ആൺകുട്ടി. അതാണ് റജുലുൻ. ഖുർആൻ പറഞ്ഞത് തന്നെ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ടവര് ദീനിന്റെ മാർഗത്തിൽ നടത്തിയ സമർപ്പണത്തിലെ ആണത്വം അത് പറയാൻ വേണ്ടി ആ റജുലുൻ എന്ന് പറഞ്ഞത് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. അവിടുത്തെ ആ പൗരുഷം മുഴുവനും എടുത്തു കാണിക്കുന്നുണ്ട്. ഞാനൊരാണാണെന്ന ബോധം. ആദർശത്തിന് വേണ്ടി മരിക്കുന്നത് വരെ നിലകൊണ്ടു മഹാനവറുകള്. ജീവൻ പോലും ബലിയർപ്പിച്ചു ആദർശത്തിന് വേണ്ടി. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ ഗ്രാമത്തിലാകെ നന്നായത് ഹബീബുൻ നജാർ എന്ന് പറയുന്ന വലിയൊരു മഹാൻ. ഉറക്കെ ചൊല്ലണം റളിയല്ലാഹു അൻ. കാരണം ഇതൊരു ചെറിയ ആളല്ല. വിശുദ്ധ ഖുർആനിൽ ഒരാളുടെ കഥ പരാമർശിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമാണോ? ആലോചിക്കണം നിങ്ങൾ. റജുലുൻ മിൻ അഖ്സൽ മദീനതി വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ എന്ന് പറഞ്ഞ ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് നന്നായത്. എന്നാൽ ഭൂരിപക്ഷം സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കും. പ്രബോധകരെ കല്ലെറിയും, പ്രബോധകരെ കൂക്കി വിളിക്കും എന്ന് പറഞ്ഞത് ശരിയാണോ? തീർച്ചയായിട്ടും ആ നാട്ടുകാരെല്ലാവരും പ്രവാചകന്മാരെ കളവാക്കി. ഒരൊറ്റ ആള് മാത്രമാണ് നന്നായത്. പറഞ്ഞത് എത്ര വലിയ ഉദാഹരണമാണ്, പറഞ്ഞതിന് എത്ര സൂട്ടബിളായ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തത്. ന്യൂനപക്ഷം മാത്രമേ സത്യം കേൾക്കൂ. ഭൂരിപക്ഷം എപ്പോഴും സത്യത്തിന് മുഖം തിരിഞ്ഞാണ് നിൽക്കുക. അല്ലാഹു തആല പറയുന്നു, വദ്രിബ് ലഹും മസലാ അസ്ഹാബൽ ഖറിയതി ഇദ് ജാഅഹൽ മുർസലൂൻ. ആ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ഹബീബുൻ നജാർ അങ്ങനെ എല്ലാം ത്യജിച്ചുകൊണ്ട് ദീനിനു വേണ്ടി നിലകൊണ്ടപ്പോൾ ഹബീബുൻ നജാറിന് എന്തു ലഭിച്ചു? ഹബീബുൻ നജാറിന് ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം എന്നാ നേരത്തെ പറഞ്ഞത്. ആ ഹബീബുൻ നജാർ പറയുന്നു, യാ ലൈത ഖൗമീ യഅലമൂന ബിമാ ഗഫറ ലീ റബ്ബീ. മഗ്ഫിറത്ത് കിട്ടി, അല്ലാഹ് പുറത്തു കൊടുത്തു ഹബീബുൻ നജാറിന്. അതൊക്കെ നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന ഭാഗമാണ്. വജഅലനീ മിനൽ മുക്രമീൻ, അജ്റുൻ കരീം മിനൽ മുക്രമീൻ. അനുഗ്രഹിക്കപ്പെട്ടവരുടെ കൂട്ടത്തില്, കറാമത്തിന്റെ ഉടമകളുടെ കൂട്ടത്തില് ഹബീബുൻ നജാറിനെ അല്ലാഹു ഉൾപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കൃത്യമായി അതിന് ഉദാഹരണമാണെന്ന് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ആ വിഷയത്തെക്കുറിച്ച് എന്താണ് ഇവിടെ പറയാൻ പോകുന്ന ഈ കഥ. ഇന്ന് ആ ഒരു കഥ മാത്രമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ ഒരൊറ്റ ആയത്തായി ഇന്നലെ ചർച്ച ചെയ്തത്. എന്നാൽ ഇന്ന് ഞാൻ ഇത്രയും ദീർഘമായി ഓതി വെക്കാനുണ്ടായ കാരണം, വിശുദ്ധ ഖുർആനിൽ പലപ്പോഴും ചരിത്രങ്ങൾ പറയാറുള്ളത്, ആ ചരിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിങ്ങനെ എടുത്തൊരു ഓർമ്മിപ്പിക്കൽ. കാരണം ഖുർആൻ കഥാബുക്കല്ല. പലർക്കും മനസ്സിലാക്കിയെടുത്ത് പറ്റിയൊരു തെറ്റാണിത്. എന്താ ഈ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കഥ ഖുർആനിൽ എത്ര തവണയാ പറഞ്ഞത്? ഓതുമ്പോ കാണാം എത്ര തവണയാ പറഞ്ഞത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഥ, ഹൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ, സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ, എല്ലായിടത്തും അല്പാൽപ്പം ഇങ്ങനെ കോറിയിട്ടിരിക്കാം. എന്താ കാരണം? അവിടെയാ ചിന്തിക്കേണ്ടത്. നേരെ മറിച്ച് ബൈബിൾ എടുത്തു നോക്കി ആ കഥ അതേ ലെവലിൽ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങോട്ട് കിട്ടും. ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങോട്ട് കിട്ടും. അതെന്തുകൊണ്ട്? ഖുർആൻ ഒരിക്കലും ഒരു കഥാബുക്കല്ല, ഒരു കഥാപുസ്തകമല്ല ഖുർആൻ. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനും മുബീൻ. ഖുർആൻ വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ ആണ്. അല്ലാഹു പറഞ്ഞു, ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ. ഖുർആൻ സാരോപദേശമല്ലാതെയല്ല, ഓർമ്മപ്പെടുത്തലല്ലാതെയല്ല. ദിക്ർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്.
ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ചരിത്ര പശ്ചാത്തലങ്ങൾ അതിങ്ങനെ ഇടയ്ക്കിടെ എടുത്ത് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. എന്തിന്? വിശുദ്ധ ഖുർആൻ നടത്തുന്ന പല പ്രസ്താവനകൾക്കും ഉദാഹരണമെന്നോളം. കണ്ടോ, ഇവിടെ ഒരു വിഷയം വന്നപ്പോൾ അവിടെ ഉദാഹരണം പറയാൻ ഒരു കഥ കൊണ്ടുവരുന്നു. ആ കഥ സമ്പൂർണമായി ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും അങ്ങനെ സമ്പൂർണമായ ഒരു കഥ അവതരിപ്പിക്കുന്ന സ്വഭാവം വിശുദ്ധ ഖുർആനിനില്ല. ഇനിയോ വളരെ തർത്തീബിലും വളരെ നല്ല ക്രമീകരണത്തിലും ഭംഗിയിലും ഖുർആൻ അവതരിപ്പിച്ച ഒരൊറ്റ കഥയേ ഉള്ളൂ. അതേതാണെന്നറിയോ? സൂറത്തു യൂസുഫിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ അതാദ്യം മുതൽ അവസാനം വരെ അവതരിപ്പിച്ചിരിക്കുന്നു. അത് വളരെ കൃത്യമായി ആദ്യം മുതൽ അവസാനം വരെ ആ സൂറ മുഴുവനും ആ കഥ. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളതൊക്കെ പറയുമ്പോൾ നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. കണ്ടോ, അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി പറയുമ്പോൾ പറഞ്ഞു അവരുടെ വാർത്ത, അവരുടെ ആ വാർത്ത, അവരെക്കുറിച്ചുള്ള വിവരം നബിയേ നിങ്ങൾക്ക് നമ്മളിതാ വിശദീകരിച്ചു തരുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ ഖുർആൻ ഒരൊറ്റ സ്ഥലത്താ പറഞ്ഞത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. ഏറ്റവും നല്ല ഒരു കഥ, ഭംഗിയുള്ള ഒരു കഥ ഇതാ പറയാൻ പോകുന്നു. അഹ്സനുൽ ഖസസ് എന്ന് വിളിച്ചത് യൂസുഫ് കഥയെക്കുറിച്ച് മാത്രമാണ്. അതിന് 19ഓളം കാരണങ്ങൾ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. അഹ്സനുൽ ഖസസ് എന്ന് വിളിക്കാൻ, അഹ്സനുൽ ഖസസ് എന്ന് വിളിക്കാൻ 19ലധികം കാരണങ്ങളുണ്ടെന്ന് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഞാൻ അതിലേക്ക് പോവുകയല്ല. യഥാർത്ഥത്തിൽ അതേ രൂപത്തിലുള്ള ഒരു അവതരണമല്ലെങ്കിലും ഏറെക്കുറെ ഈ കഥയുടെ ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയും സൂറത്തു യാസീനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്രയും അധികം ആയത്തുകൾ ഇന്ന് പിന്നിട്ടത്. ആ കഥ കഴിയണമെങ്കിൽ ഈ ആയത്തുകളൊക്കെ പറയേണ്ടി വരും. കാരണം കഥ അങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇടപെട്ടിട്ട് ഖുർആൻ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനിടയിലും കുറേ പൂരിപ്പിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ വെച്ച് പൂരിപ്പിക്കാനുണ്ട്. ചരിത്രകാരന്മാരുടെ വിവരണങ്ങൾ വെച്ച് പൂരിപ്പിക്കാനുണ്ട്. ബുദ്ധിക്ക് വിട്ടുകൊടുത്ത് പൂരിപ്പിച്ച് കളയേണ്ട കുറെ വിഷയങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ, കാരണം ഒരു സാഹിത്യ ഗ്രന്ഥമാകുമ്പോ സാഹിത്യകാരന്റെ ഭാഷയിൽ ആ ഗ്രന്ഥത്തെ സമീപിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ മുഴുവൻ ആശയതലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇവിടെ യഥാർത്ഥത്തിൽ ഈ സംഭവം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തു യാസീനിലൂടെ അവതരിപ്പിച്ച സംഭവത്തെക്കുറിച്ചൊരു ഹ്രസ്വമായ വിവരണം ആവശ്യമാണ്. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരത്തിലേക്ക് കടക്കാം. അല്ലാഹു ഒരു നാട്ടിലേക്ക് 3 പ്രവാചകന്മാരെ പറഞ്ഞയക്കുകയാണ്. ആ നാട് ഏതാണ് പറയാൻ കഴിയില്ല. അന്താഖിയ ഗ്രാമമാണ് എന്ന് ഒരുപാട് തഫ്സീർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അന്താഖിയ ഗ്രാമമാണെന്ന് എഴുതിയവരുണ്ട്. ബഹുമാനപ്പെട്ട സൂറത്തു യാസീനിലെ ഈ പ്രതിപാദ്യ പുരുഷൻ, നമ്മൾ പറഞ്ഞ നെഞ്ചുറപ്പോടെ ദീനുൽ ഇസ്ലാമിന് വേണ്ടി തന്നെ സമർപ്പിച്ച ആ മഹാന്റെ പേര് ഹബീബുൻ നജ്ജാറാണ്. ഇത് ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി കിട്ടുന്ന കാര്യമാണ്. നേരെ മറിച്ച് അന്താഖിയ ഗ്രാമമാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുഫസ്സിറുകൾക്കിടയിൽ, ഖുർആൻ വ്യാഖ്യാതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് തീരുമാനമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? ഒന്നും വരാൻ പോകുന്നില്ല. ചരിത്രപരമായി വസ്തുനിഷ്ഠമായി പരിശോധിക്കുമ്പോൾ അത് അന്താഖിയ ആവാതിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്ന് ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണ പ്രബലമാക്കാറുള്ളത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെയാണ്. കാരണം ചരിത്രത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ നമ്മൾ ഒരു ആൺകുട്ടിയായി കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ചരിത്രത്തിന്റെ കാര്യത്തിൽ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത്. അദ്ദേഹം വെറുതെ പറയുകയല്ല, തെളിവുകൾ സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു അന്താഖിയ ഗ്രാമമാവാൻ സാധ്യത തീരെ ഇല്ലെന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹം പറയുന്നത്. ആണെങ്കിൽ തന്നെ പ്രസിദ്ധമായ അന്താഖിയ എന്തായാലും അല്ല. ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്.
അതിന് മുമ്പ് ഇപ്പൊ പറയുന്നത് ഒരു നാട്ടിലേക്ക് അള്ളാഹു ആദ്യം 2 പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകന്മാര് കടന്നു ചെന്ന് ആ നാട്ടിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നാട്ടുകാർ അവരെ അംഗീകരിക്കുകയല്ല ചെയ്തത്, തള്ളിക്കളഞ്ഞു അവരെ. ഈ നാട്ടുകാര് തള്ളിക്കളഞ്ഞ സമയത്ത് അള്ളാഹു 2 ആള് പോരാ, സംഘബലം കൂടാൻ വേണ്ടി മൂന്നാമത്തെ ഒരാളെ അള്ളാഹു പറഞ്ഞയക്കുന്നു പ്രവാചകരായിട്ട് മൂന്നാമതൊരാളെ പറഞ്ഞയക്കുകയാണ്. അദ്ദേഹവും കൂടെ ചേർന്ന് നിന്ന് ഈ 3 സംഘം ഒരുമിച്ച് പറയുന്നു, ഇന്നായിലേക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ്. ഖൗം അതിനെ നിഷേധിക്കുന്നു. ഖൗം അതിനെ നിഷേധിക്കുന്ന സമയത്ത് ഇവർ ആണയിട്ട് പ്രഖ്യാപിക്കുന്നു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണെന്ന് ഞങ്ങളെ പറഞ്ഞയച്ച റബ്ബ് സാക്ഷി, അവനറിയാമാ യാഥാർത്ഥ്യം. അള്ളാഹുവിനെ പിടിച്ച് സാക്ഷിയാക്കിയിട്ട് അവർ പറഞ്ഞു. അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇവര് മുന്നോട്ടാണെന്ന് കണ്ടപ്പോ അവര് പിന്നെ ഭീഷണിയുടെ സ്വരത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. പക്ഷെ അതൊക്കെ ആയത്തുകളിലൂടെ നമുക്കിങ്ങനെ കാണാം. എന്നാൽ ആദ്യമായി ഈ നാട്ടിലേക്ക് വന്നു കടന്നത് 2 പ്രവാചകന്മാരാണ്. ഇത് അർസൽനാ ഇലൈഹി മുസ്നൈനി ഫകദ്ദബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ. ഇത് അർസൽനാ ഇലൈഹി മുസ്നൈൻ, അവരിലേക്ക് നമ്മൾ 2 ആളുകളെ പ്രവാചകന്മാരായി പറഞ്ഞയച്ച സമയം നബിയെ തങ്ങൾ ഓർക്കണം. ഫകദ്ദബൂഹുമാ ആ നാട്ടുകാരൊന്നടങ്കം ആ 2 പ്രവാചകന്മാരെയും തള്ളിക്കളഞ്ഞു, അവരെ കളവാക്കി. ഫഅസ്സസ്നാ ബിസാലിസിൻ, അപ്പോൾ മൂന്നാമത്തെ ഒരാളെ കൊണ്ട് നമ്മൾ ഈ 2 ആൾക്ക് സപ്പോർട്ട് നൽകുകയാണ്, അവർക്ക് ശക്തി പകരുകയാണ്. ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലു, എന്നിട്ട് അവർ സംഘശക്തിയായി നിന്ന് 3 ആളും കൂടെ ഒരുമിച്ച് പറയുന്നു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാര് തന്നെ, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവർ തന്നെ. ഇവിടെയാണ് ചരിത്രപരമായി ഒരു ചെറിയ പൂരിപ്പിക്കൽ ആവശ്യമായി വരുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഇവിടെ 2 ആളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച സമയത്ത്, നാട്ടിലേക്ക് 2 ആളെ പറഞ്ഞയച്ച സമയത്ത് അവര് വന്ന് നാട്ടിലേക്ക് കടന്ന് ആ നാട്ടിൽ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോ, ആ നാട്ടിന്റെ ബൗണ്ടറിയിലേക്ക് അങ്ങ് കടക്കുമ്പോ അവിടെ ആടുമേച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ നേരത്തെയുള്ള ജീവിതം വളരെ മോശമാണ്, അഥവാ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് അത് വിറ്റ് ജീവിതം കഴിയുന്നു. ആ മനുഷ്യന്റെ പേരാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. ഇപ്പോൾ നമുക്ക് ധൈര്യമായി ചൊല്ലാം, റളിയല്ലാഹു അൻഹു പറയാം. ആ ഹബീബുൻ നജ്ജാർ അന്ന് മുസ്ലിമല്ല. ഇവർ കടന്നു വരുന്ന സമയത്ത് ഇവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ ആരാണ്? അപരിചിതരാണല്ലോ ഈ നാട്ടിൽ കാണുന്നത്, ഒരു പ്രത്യേക സംസ്കാരത്തിന്റെ ഉടമകളാണല്ലോ, നിങ്ങളുടെ അടക്കത്തിലും അനക്കത്തിലുമൊക്കെ എന്തോ ചില പ്രത്യേകതകൾ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഈ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഈ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ് ഞങ്ങള്. ഇവിടെ ഞാൻ പറഞ്ഞത് നന്നാക്കിയാണോ അല്ലേ എന്നൊക്കെ ആ സംഭവം കൊണ്ട് പറഞ്ഞതിന്റെ ശേഷം പറയുമ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എല്ലാ ന്യായങ്ങളും നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ആ ഗ്രാമം അറിയപ്പെടാത്ത ഒരു ഗ്രാമമായിട്ട് തന്നെ പോകാം. മഹാനവറുകൾ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഈ പറയുന്നത്? അള്ളാഹു നിങ്ങളെ പ്രവാചകന്മാരായി പറഞ്ഞയച്ചുവെന്നോ? എന്താ നിങ്ങളുടെ കയ്യിലുള്ള റിസാലത്ത്? ആ മെസ്സേജ് ഒന്ന് കൈമാറണം. എന്താ നിങ്ങളുടെ കയ്യിലുള്ള സന്ദേശമെന്ന് പറയണം. എന്ത് സന്ദേശവുമായിട്ടാണ് പടച്ചറബ്ബ് നിങ്ങളെ പറഞ്ഞയച്ചത്? ഒന്നുമല്ല, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി
അത് വിറ്റ് ജീവിതമാർഗം കഴിയുന്ന ഹബീബുൻ നജ്ജാറിനോട് പറയുന്നത്. അതുകൊണ്ടാണ് അന്നജ്ജാർ, നജ്ജാർ എന്ന് പറഞ്ഞാൽ ആശാരി എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനോട് അവര് പറയുന്നത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അതിന് ഈ മണ്ണിൽ വളക്കൂറില്ല മക്കളെ, നിങ്ങൾ തൽക്കാലം വന്നിടത്തേക്ക് തന്നെ പോയിക്കോ. ഹബീബുൻ നജ്ജാർ പറയാണ്. ഇവര് പറഞ്ഞു അത് പറഞ്ഞാൽ പറ്റില്ല, അല്ലാഹു ഞങ്ങളെ ഏൽപ്പിച്ച ചുമതലയാണ് ഈ നാട്ടുകാരെ നന്നാക്കുക എന്നത്. എന്തു പ്രയാസം സഹിച്ചും ഞങ്ങൾ നന്നാക്കാൻ തയ്യാറാണ്. നമ്മയെല്ലാം സൃഷ്ടിച്ചു സംവിധാനിച്ച ഏകനായ തമ്പുരാനെ വിട്ട് കല്ലിനും മരങ്ങൾക്കും മുട്ടികൾക്കും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ബുദ്ധിപരമായി സമ്മതിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരുമോ? നിങ്ങൾ പ്രവാചകരാണെന്നതിന്. ഓക്കെ, തയ്യാറാണ്. എന്തു വേണം നിങ്ങൾക്ക്? ആ പാവപ്പെട്ട മനുഷ്യൻ പറയുന്നു, എൻ്റെ വീട്ടിലുണ്ടൊരു കുഞ്ഞൻ, എത്രയോ കാലമായി തളർന്നു കിടക്കുകയാണ്. ആ കുഞ്ഞനെ നിങ്ങൾ എഴുന്നേൽപ്പിച്ചു തന്നാൽ അന്നു ഞാൻ നിങ്ങൾ സത്യപ്രവാചകരാണെന്ന് വിശ്വസിക്കാം, ഇത് നിങ്ങളുടെ മുഅ്ജിസത്താണെന്ന് വിശ്വസിക്കാം. ശരി, അതിന് കുഴപ്പമില്ല, വരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അതാ മലർന്നു കിടക്കുന്ന കുഞ്ഞൻ. ആ കുഞ്ഞിന്റെ മുമ്പിൽ ചെന്നിട്ട് ഇവർ പറയുന്നു, യാ ബുനയ്യ ഖും ബിഇദ്നില്ലാഹ്, മോനെ, പടച്ച റബ്ബിന്റെ ഓർഡർ ഉണ്ട്, എഴുന്നേൽക്കണം അവിടെ. മോൻ കയ്യും കാലുമൊക്കെ അങ്ങോട്ട് തട്ടിക്കൊടഞ്ഞു. അവിടുന്ന് ഭംഗിയായിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്നപ്പോ വാപ്പ ആശ്ചര്യപ്പെടുകയാണ്, എന്ത് സംഭവിച്ചു പോയി? അയാൾ ഉടനെ തന്നെ വിശ്വസിച്ചു, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണെന്നും അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്നും ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. അവിടെ നിന്ന് ഉറക്ക ഷഹാദത്ത് വിളിച്ചു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഈ നാട്ടിനെ കുറിച്ചുള്ള ഈ നാട്ടിന്റെ പരിതസ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം, എന്നിട്ട് പോയാൽ മതി നാട്ടിലേക്ക്. ഈ നാട് ബഹുദൈവാരാധനയല്ലാത്തതൊന്നും സ്വീകരിക്കാത്ത ഒരു നാടാണ്. ഇത്തരം സന്ദേശങ്ങളുമായിട്ട് നിങ്ങൾ കടന്നു വരുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പ്രവാചകന്മാർ എല്ലാ നിലക്കും യുക്തമായി അവർക്ക് അവതരിപ്പിച്ചു കൊടുത്തു. ഹബീബുൻ നജ്ജാറിന് ബോധ്യപ്പെട്ടു, ഹബീബുൻ നജ്ജാർ വിശ്വസിച്ചു. ഇന്ന് ഹബീബുൻ നജ്ജാർ പക്കാ മുഅ്മിനാൻ, ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഇനി നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് കരുതണം, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കുക നല്ലത്. നിങ്ങൾ പോയി പ്രബോധനം നടത്തിക്കോ, പക്ഷേ വളരെ കരുതിയേ കാലുവെക്കാവൂ. ഇവര് ചെന്നിട്ട് നാട്ടുകാരെല്ലാവരും ഇവരുടെ അടുത്തേക്ക് വരുന്നു. എല്ലാവരോടും പ്രബോധനം നടത്താൻ തുടങ്ങി. എല്ലാവരും ചോദിച്ചു, ദൃഷ്ടാന്തങ്ങളുണ്ടോ? അതെ. എന്തു മാറാ വ്യാധി രോഗങ്ങളുണ്ടോ? കൊണ്ടുവാ, ഞങ്ങൾ സുഖപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ അങ്ങനെ കടന്നു വരുന്നു. വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുന്നു, കുഷ്ഠം സുഖപ്പെടുന്നു, ജന്മനാൽ കണ്ണില്ലാത്ത അന്ധന് കണ്ണു നൽകുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ജനങ്ങളെല്ലാവരും അങ്ങോട്ട് കൂടാൻ തുടങ്ങി. ഇവരുടെ പിന്നാലെ കൂടാൻ തുടങ്ങി. ആരും മതത്തിലേക്ക് വന്നിട്ടില്ല, ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നിട്ടില്ല. ഇവരോട് വന്ന്, ഇതെന്തൊരത്ഭുതമാണ്, ഒരത്ഭുതവുമില്ല. ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്ന ഏകനായ റബ്ബിന്റെ കഴിവാണിത്. ഞങ്ങൾക്കൊരു കഴിവുമില്ല, അല്ലാഹു തരുന്ന കഴിവുകൊണ്ടാണ് ഞങ്ങൾ ഈ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ആശയം അംഗീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചാൽ കുഴപ്പമില്ല എന്നിടത്തേക്ക് എത്തുമ്പോ ആ രാജ്യം ഭരിക്കുന്ന രാജാവ് പക്കാ മുശ്രിക്കാൻ. അയാൾ വിളിച്ചു വരുത്തിയിട്ട് ഈ രണ്ടുപേർക്ക് ശക്തമായ അറസ്റ്റ് നൽകുകയാണ്. അതേ, അറസ്റ്റ് ചെയ്തു, ഇവരെ നാട്ടിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. എന്തേ? ഒരു കാരണം പോലും ചോദിച്ചില്ല, ഒരു ചെറിയ വിശദീകരണം പോലും തേടിയില്ല. ഒറ്റയടിക്ക് പിടിച്ചിട്ട കാരാഗ്രഹത്തിൽ അടച്ചു കളഞ്ഞ സമയത്ത് അവരതിൽ വേദനയോടുകൂടെ കഴിഞ്ഞുകൂടുകയാണ്. ദൗത്യ നിർവഹണത്തിൽ തടസ്സമായല്ലോ എന്ന് കരുതി. അപ്പോഴാണ് അല്ലാഹു മൂന്നാമതൊരാളെ പ്രവാചകനായി പറഞ്ഞയക്കുന്നത്. ആ മൂന്നാമത്തെ ആള് കടന്നു വന്നിട്ട് ഈ രണ്ടാൾക്ക് സപ്പോർട്ട് നൽകാനാണ്, അവർക്ക് ശക്തി പകരാനാണ് പടച്ച റബ്ബ് വിടുന്നത്.
അദ്ദേഹം കടന്നുവന്ന് വളരെ ഹിക്മത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ ഈ മൂന്നാമത്തെ ആള് കടന്നു വന്നു, വളരെ ഹിക്മത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. ഏറിപ്പോകുന്നത് നന്നായി കരുതി തന്റെ ജീവിതത്തിലൂടെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ജനങ്ങളെ മുഴുവനും ആകർഷിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തോട് ചോദിക്കുക, അതെന്താ ഏർപ്പാട്? ഇതൊരു ഏർപ്പാടുമില്ല, ജനങ്ങൾക്ക് സേവനം ചെയ്യാം, എന്താ ഇവിടുത്തെ ഏർപ്പാട്? കണ്ടോ, അവിടെ ദഴവയോ പ്രബോധനോ ഒന്നും മിണ്ടുന്നില്ല. ജനങ്ങളുടെ കൽബ് ഇങ്ങോട്ട് പിടിച്ചെടുത്തിട്ടേ പറയാവൂ. ഇവിടെ ഒരു പരിപാടിയില്ല, ജനങ്ങൾക്ക് സേവനം, ജനങ്ങളെ ചികിത്സിച്ചു കൊടുക്കുക, മാറാവ്യാധി രോഗങ്ങൾ സുഖപ്പെടുത്തുക, കാരുണ്യ പ്രവർത്തനത്തിനപ്പുറം ഒന്നുമില്ല. ശരി, അപ്പൊ എല്ലാവരും കൂടി. ഇത് കണ്ടപ്പോ രാജാവിന് തോന്നി ഇത് കുഴപ്പമില്ല, ഇയാളുടെ കൂടെ ധാരാളം ആളുകളുണ്ടെന്നാ പഴയതുപോലെ നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്കുള്ള കുഴപ്പങ്ങളൊന്നുമില്ലാനും. അപ്പൊ ഇദ്ദേഹം, രാജാവ് തന്നെ വന്നിട്ട് ഇദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ചു. നിങ്ങൾ കൊട്ടാരത്തിലേക്ക് പോരുന്നോ? രാജകൊട്ടാരത്തിലേക്ക്. എന്തിനാ? നിങ്ങളടുത്തേക്ക് ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോ നിങ്ങൾ രാജകൊട്ടാരത്തിൽ വന്നിരുന്നാൽ ആ ഒഴുക്ക് രാജകൊട്ടാരത്തിലേക്ക് ആക്കാലോ. നിങ്ങൾ അവിടെ ഇരുന്നോ, എന്റെ വലങ്കൈയായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം. കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് ഇദ്ദേഹം രാജാവിന്റെ വലങ്കൈയായി പ്രവർത്തിക്കാൻ തുടങ്ങി. രാജാവ് എല്ലാം വിട്ടുകൊടുക്കുകയാണ് ഇയാൾക്ക്. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതേ രാജാവിനുള്ളൂ. ഈ ഒരവസ്ഥയിലെത്തി. ആ സമയത്തൊരു ദിവസം ഇദ്ദേഹം ഇബാദത്തുകളൊക്കെ ചെയ്യുന്നത് വളരെ രഹസ്യമായിട്ടാണ്. റൂമടച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ആരാധനാകർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നു. അങ്ങനെ സമൂഹത്തെ തന്നിലേക്ക് ആകർഷിപ്പിച്ചു. രാജാവടക്കം തന്റെ കയ്യിലെ ഒരു പാവയെ കളിപ്പിക്കും പോലെ കളിപ്പിക്കാൻ കഴിയുമെന്ന് രാജാവിനെ ഉറച്ചപ്പോ ഇദ്ദേഹം രാജാവിനോട് ചോദിക്കുകയാണ്, അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ രണ്ടാളെങ്ങാനും ജയിലിൽ കഴിയുന്നുണ്ടോ? ഇവിടെ എങ്ങാനും ഈ നാട്ടിൽ എവിടെയെങ്കിലും രണ്ടാള് ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ടോ? അതേ, ഉണ്ട്. ജയിലിൽ അടക്കപ്പെട്ട 2 ടീം ഇവിടെ ഉണ്ട്. നേരത്തെ ഇതുപോലെ ചികിത്സയുടെ കാര്യവും പറഞ്ഞു വന്നതായിരുന്നു. പക്ഷേ അവർക്ക് അപകടകരമായൊരു കാര്യമുണ്ട് മോനെ. അതെന്താ? ബഹുദൈവാരാധനക്ക് അവരെതിരാണ്. ഈ നാട്ടിലെ സംസ്കാരം തച്ചുടച്ചു വാർക്കണമെന്ന് കരുതിയാണ് അവർ വന്നത്. അങ്ങനെ അവർ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവരെ അറസ്റ്റ് ചെയ്തു നീക്കിയത്. ഇദ്ദേഹം ചോദിച്ചു, അല്ല, സംഗതിയൊക്കെ ശരിയാണ്, അവരോട് 2 പേരോടും നിങ്ങളൊരു ചെറിയ വിശദീകരണം തേടിയിരുന്നോ? ഇല്ല, വിശദീകരണമൊന്നും തേടിയിട്ടില്ല. ബഹുദൈവാരാധനയെ എതിർക്കുന്നവരോട് ഒരു വിശദീകരണം തേടൂല, നേരെ പിടിച്ച് ജയിലിലടക്കി തന്നെ. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി രാജാവ് കുറച്ച് സ്ട്രോങ് ആണ്. രാജാവിനോട് ചോദിച്ചു, എന്നെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെ, എന്റെ മുന്നിൽ അവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വല്ല തോന്നലുണ്ടോന്ന് ചോദിച്ചു. എന്റെ മുമ്പിൽ പരാജയപ്പെടാൻ മതിയാകുമെന്നാണ് എന്റെ ധാരണ. എന്നാ ശരി, ഞാൻ അവരോടൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ പറയുന്ന കാര്യം അങ്ങോട്ട് ചെയ്യാൻ കഴിയുമോ? അതവർ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സംസാരിക്കാം. രാജാവ് പറഞ്ഞു, ആ നീയാണെങ്കിൽ നമുക്കൊരു ധൈര്യമുണ്ട്, കാരണം ഏകദേശം കെടാകെടയാണല്ലോ, അതുകൊണ്ട് വാ. അങ്ങനെ ആ ജയിലിലേക്ക് കയറിപ്പോയിട്ട് രാജാവിന്റെ കൂടെ ജയിലിൽ ചെന്നിട്ട് ഇദ്ദേഹം തന്റെ കൂട്ടുകാരെ കണ്ട സമയത്ത്, ഈ ജയിലിൽ അടക്കപ്പെട്ടവരും പ്രവാചകന്മാരാണ്, പുറത്തുനിന്നവരെ പിന്താങ്ങാൻ വന്നിരിക്കുന്ന ഈ മൂന്നാമത്തെ ആളും പ്രവാചകർ തന്നെയാണ്. സെപ്പറേറ്റ് പ്രവാചകന്മാർ, അങ്ങനെ പറയലാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം നമുക്ക് നല്ലത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രതിനിധികൾ എന്ന് പറയുന്നതിനേക്കാൾ, അത് ഞാൻ പിന്നീട് പറയും, അന്താചീയക്കാരല്ല എന്ന് വരുമ്പോൾ ഈസാ നബിയുടെ പ്രതിനിധികളും ആവില്ല. മാത്രമല്ല ഇവരുടെ വാക്കുകളൊക്കെ തെളിയിക്കുന്നത് അതുമാണ്. ഇന്നാ ഇലൈക്കും മുർസലൂൻ, റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. ഇങ്ങനെയാണ് ഇവർ എല്ലായിടത്തും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം തികഞ്ഞ അപരിചിതത്വം കാണിച്ചു ഇവരുടെ മുമ്പിൽ, അറിയാത്തതുപോലെ അഭിനയിച്ചു. ഇവിടെ വന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ നേരത്തെ ഇവിടെ ജയിലിലടക്കപ്പെട്ട ജയിൽ പുള്ളികളാണല്ലേ? അതെ, എന്താ നിങ്ങൾ ചെയ്ത തെറ്റ്? ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു. ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്നോ? നിങ്ങളതിന് സമൂഹത്തോട് വല്ല തെളിവും പറഞ്ഞോ? ഓ, അവർ ചോദിക്കുന്നത് എന്തും കൊടുത്തോളാ എന്ന് പറഞ്ഞു, തെളിവുകൾ കാണിച്ചോളാ എന്ന് പറഞ്ഞു.
ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എനിക്ക് കാണിക്കാൻ കഴിയോ? എന്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയോ എന്നതാ ചോദ്യം. അതേ, കാണിക്കാൻ കഴിയും, തീർച്ചയായിട്ടും കാണിക്കാൻ കഴിയും. എന്താ കാണിക്കേണ്ടത്? ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ പല അത്ഭുത ചികിത്സകളും നടത്തുന്നയാളാണ്, അത്ഭുത സിദ്ധികൾ കാണിക്കുന്നയാളാണ്. എന്റെ മുമ്പിൽ ഞാൻ ചൂണ്ടിത്തരുന്ന ഒരു രോഗിയെ, വാദം കുടഞ്ഞു കിടക്കുന്ന ഒരു രോഗിയെ എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയോ? കണ്ണില്ലാത്തവന് കണ്ണു കൊടുക്കാൻ കഴിയോ? ചെവിയില്ലാത്തവന് ചെവി കൊടുക്കാൻ കഴിയുമോ? അതേ, സാധ്യമാണ്. ഇവർ പറഞ്ഞു, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് ഞങ്ങളത് ചെയ്യും. ഉടനെ തന്നെ അതാ വാദം കുഴഞ്ഞ് കിടക്കുന്ന ഒരു കുഞ്ഞിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം പറയുന്നു, ഇവരോട് രണ്ടുപേരും ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കണം. ആ കുഞ്ഞിനെ അതാ രണ്ടുപേരും വന്നിട്ട് ഈ എഴുന്നേൽക്കാൻ പറഞ്ഞപ്പം കുഞ്ഞ് ഭംഗിയായി എഴുന്നേറ്റ് നിന്നു. ആ സമയത്ത് ഇദ്ദേഹം പ്രഖ്യാപിച്ചു, ഇത് അല്ലാഹുവിന്റെ പ്രവാചകരാണെന്ന് ഞാനും കൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ ആള് പറഞ്ഞു. അതോടുകൂടെ രാജാവിന്റെ സ്വഭാവം അങ്ങ് മാറി. അതുവരെ രാജാവ് എടുത്തു പൊക്കി നടക്കുകയായിരുന്നു, രാജാവിന്റെ വലങ്കയ്യായിരുന്നു. ഇതിനാണല്ലടാ നീ എന്നെ പറ്റിച്ചത്, എന്നെ ജയിൽ വരെ കൊണ്ടുവന്നത് ഇതിനാണല്ലേ? നടക്കില്ല മോനെ, നടക്കില്ല. എന്തു വലിയ ദൃഷ്ടാന്തം കണ്ടാലും ശരി, ഇവിടെ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ കൈയൊഴിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ മൂന്ന് പേരും ആണത്വത്തോടുകൂടെ ആ ഒരു ഗ്രാമവാസികളുമായി ഏറ്റുമുട്ടുന്ന രംഗമാണ്. കാരണം ഇത് അല്ലാഹു നേരത്തെ തീരുമാനിച്ച തീരുമാനം. ഇന്നാ ജഅൽനാ ഫീ അഅ്നാഖിഹിം അഗ്ലാലം ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ എന്ന് പറഞ്ഞ ടീമ ഇതിനി എന്ത് ഉത്ബോധനം കേട്ടിട്ട് നന്നാവാൻ പോകുന്നുണ്ടോ? ഇല്ല. അത് ഇവർക്ക് ശരിക്കങ്ങ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് അല്ലാഹു. മൂന്ന് പേർക്കും ബോധ്യപ്പെടുന്നു. പക്ഷേ അവരവരുടെ ദൗത്യം നിർവഹിക്കണമല്ലോ. അവർ ഒരുമിച്ച് നിന്നിട്ട് പറയുന്നു, മൂന്ന് പേരും ഒരുമിച്ച് നിന്ന് പറയുന്നു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാര് തന്നെ. മൂന്ന് പേരും കൂടെ ഒരുമിച്ച് പറയുമ്പോൾ ശബ്ദം, ആ ശബ്ദത്തിന് ഒന്നും കൂടെ ഘനം കിട്ടും. ഇതാണ് മഹാന്മാരായ പല പണ്ഡിതന്മാരും പറഞ്ഞത്. സംഘടനയിൽ എത്ര മെമ്പർമാര് കൂടുന്നോ അത്രയും സംഘടനയ്ക്ക് ബലം കിട്ടും. മെമ്പർഷിപ്പ് വിതരണം നടക്കുന്ന സമയത്ത് സംഘടന, എനിക്കെന്തിനാ മെമ്പർഷിപ്പ്, ഞാനും അതിന്റെ ആളായിട്ട് ഇങ്ങനെ നടന്നാ പോരാ. സംഘശക്തിക്ക് നല്ല ഫലം കിട്ടണമെങ്കിൽ എത്ര മെമ്പർമാരെ എടുത്തു കാണിക്കാൻ പറ്റുമോ അത്രത്തോളം ബലം കിട്ടും. അതുകൊണ്ടാണല്ലോ രണ്ടാളെ കളവാക്കിയപ്പം പോരാ, മൂന്നാമത്തൊരാളെയും കൂടെ കിടക്കട്ടെ എന്നുള്ള തീരുമാനിച്ചത്. ആ മൂന്നാളും കൂടെ വന്നിട്ട് അതാ ചെങ്കൂറ്റത്തോടെ നേരത്തെ പറഞ്ഞതുപോലെ നെഞ്ചുറപ്പോടെ മുന്നിലേക്ക് വന്നിട്ട് പറയുന്നു, ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാർ തന്നെ. ഒരേ നാക്കുകൊണ്ടങ്ങ് പറഞ്ഞപ്പോ ആ നാട്ടുകാരുടെ പ്രതികരണം, ഖാലൂ, അവര് പറഞ്ഞു, മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെ പോലത്തെ ലോക്കൽ മനുഷ്യന്മാര്, നിങ്ങളൊന്നും നബിമാരാണെന്ന് ഞങ്ങൾ അംഗീകരിക്കൂല. നിങ്ങൾ ഞങ്ങളെ പോലത്തെ മനുഷ്യന്മാര് മാത്രമാണ്. മനുഷ്യരായ നിങ്ങൾ പ്രവാചകന്മാരാണെന്ന് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഒന്നാമത്തെ വാദം അതാണ് നാട്ടുകാരുടെ. രണ്ടാമത്തെ വാദം, അള്ളാഹു ഒരു ചുക്കും ഇറക്കിയിട്ടില്ല, നിങ്ങൾ വെറുതെ പറയാൻ. അള്ളാഹു വഹി ഇറക്കിയിട്ടുണ്ട്, എനിക്ക് ദിവ്യ സന്ദേശമുണ്ട്, അതൊന്നും പറയുന്നവരെ ഞങ്ങൾ അംഗീകരിക്കാറില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നും ഇറക്കിയിട്ടില്ല. ഇന്നും നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെ ഇതേ ആശയക്കാരാണ്. ഒമാ അൻസല റഹ്മാനു മിൻ ഷൈ ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ. ദിവ്യ സന്ദേശം ലഭിച്ച, റഹ്മാനായ റബ്ബിന്റെ അരുളപ്പാടുകൾ ലഭിച്ച
ആ മഹാന്മാരായ 1,00,000-ൽ പരം വരുന്ന നേതാക്കന്മാരോട്, പ്രവാചകന്മാരോട്, ആ ശൃംഖലയോട് ഇവിടുത്തെ യുക്തിവാദികൾ വിളിച്ചു പറയുന്നത് ഇന്നം തുമ്മില്ലാത്ത ക്രിബൂൻ ഒമാൻ റഹ്മാനു മിൻ ഷൈ, ഇന്നം തുമ്മില്ലാത്ത ക്രിബൂൻ, നിങ്ങളൊക്കെ കള്ളന്മാരാണ്, പച്ച കള്ളമാണ് നിങ്ങൾ പറയുന്നത്. അല്ലാഹു ഒരു സംഗതിയും ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയിട്ടില്ല, ഒരു ചുക്കും ഇറക്കിയിട്ടില്ല. ഒമാ അൻസല റഹ്മാനു മിൻ ഷൈ, നിങ്ങളും ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ. ഇങ്ങനെയാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവർക്കന്നൊരു ധാരണയുണ്ടായിരുന്നു, മനുഷ്യരെ നിയന്ത്രിക്കുന്ന പ്രവാചകന്മാര് അവര് മനുഷ്യരായി കൂടാ എന്ന ഒരു ധാരണ. അത് ബുദ്ധി കുറവ് കൊണ്ടുവന്നു പോയ ധാരണയാണ്. കാരണം മനുഷ്യരാകാൻ പാടില്ല പ്രവാചകർ, മനുഷ്യർ തന്നെ ആയിക്കൂടാ, അവര് മാലാഖമാരാവണം എന്ന ഒരു ധാരണ അന്ന് അവർ പറഞ്ഞു പരത്തിയിരുന്നു. എന്നല്ല, ഇത്തരം മൂഢന്മാര് അങ്ങനെയല്ലേ പറയേണ്ടത്. കാരണം മനുഷ്യനെ നിയന്ത്രിക്കാൻ വരേണ്ടത് മനുഷ്യന്റെ താല്പര്യമറിയുന്ന, മനുഷ്യന്റെ വികാരമറിയുന്ന, മനുഷ്യന്റെ വേദനയറിയുന്ന, മനുഷ്യന്റെ വിചാരങ്ങൾ അറിയുന്ന മനുഷ്യന് മാത്രമേ, മനുഷ്യ പ്രവാചകന്മാർക്ക് മാത്രമേ മനുഷ്യരെ നിയന്ത്രിക്കാൻ കഴിയൂ, അല്ലാത്തവർക്ക് കഴിയില്ല. ഇതിവർ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു തെറ്റാണ്. അല്ലാഹു തആല പറഞ്ഞു, കാലാകാലങ്ങളിൽ ഇത്തരം മൂഢന്മാര് ജീവിച്ചിട്ടുണ്ട്. വമാ മനഅന്നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുമുൽ ഹുദാ ഇല്ലാ അൻ ഖാലൂ അബഅസല്ലാഹു ബശറർ റസൂലാ ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീന ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കൻ റസൂലാ. അല്ലാഹു തആല പറയുന്നു, വമാ മനഅന്നാസ അൻ യുഅ്മിനൂ, ലോകത്ത് കഴിഞ്ഞുപോയ ആദം നബി തൊട്ട് ഖിയാമം വരെ വരാൻ പോകുന്ന എല്ലാ ആളുകളും സത്യത്തെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, അമ്പിയാക്കളെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ, മതത്തെ കളവാക്കിയിട്ടുണ്ടെങ്കിൽ, വമാ മനഅന്നാസ അൻ യുഅ്മിനൂ, ജനങ്ങളെ തടഞ്ഞിട്ടില്ല അൻ യുഅ്മിനൂ, അവർ വിശ്വസിക്കുന്നതിനെ തൊട്ട്. ഇദ്ജാഅഹുമുൽ ഹുദാ, അവർക്ക് വെളിച്ചം വന്നപ്പോൾ, നേർമാർഗത്തിലേക്കുള്ള ഉത്ബോധനം അവർക്ക് ലഭിച്ച സമയത്ത് അവരൊക്കെ ദുഷിച്ചു പോകാനുള്ള കാരണം ഇല്ല അൻ ഖാലൂ, അവർ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവർ പിഴച്ചുപോയത്. അബഅസല്ലാഹു ബശറൻ റസൂല, അല്ലാഹു ഒരു മനുഷ്യനെയാണോ പ്രവാചകനായി പറഞ്ഞയച്ചത്? എന്നാ നബിയെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആനിൽ അല്ലാഹു പറയാണ്, സൂറത്തുൽ ഇസ്രാഇന്റെ 94-95 ആയത്തുകളിൽ. എന്നിട്ട് നബിയോട് പറയുന്നു, ഖുൽ, നബിയെ തങ്ങൾ മറുപടി പറയണം, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ സ്വന്തം വർഗത്തിൽ നിന്ന്, മലക്കല്ല, നിങ്ങളുടെ സ്വന്തം വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു നബി വന്നു എന്നത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ് കേട്ടോ. എന്തേ കാരണം? നിങ്ങളുടെ താല്പര്യങ്ങൾ അറിയുന്ന, നിങ്ങളുടെ വിചാരങ്ങൾ അറിയുന്ന, നിങ്ങളുടെ വികാരങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് കടന്നു വന്നില്ലേ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും, നിങ്ങളൊന്ന് ചെറുതായി വിഷമിക്കുന്നത് ആ പ്രവാചകർക്ക് എന്തൊരു വിഷമമാണ്, എന്തൊരു ടെൻഷനാണ്. അസീസുൻ അലൈഹി, ആ നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാവാത്ത കേസാണ്, ശക്തമാണ്. മാ അനിതും, നിങ്ങളൊന്ന് ചെറുതായി നോവുന്നത്. ഈ ഒരു നോവ് മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് കിട്ടണോ? മുഹമ്മദുർ റസൂലുള്ളാഹി മനുഷ്യരാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ കിട്ടില്ല. ഇത് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും, അപ്പൊ പ്രവാചകന്മാരൊക്കെ സാധാരണ മനുഷ്യന്മാരാണോ? അതിന് മറുപടി ഞാൻ പിന്നീട് പറയും. മനുഷ്യ പ്രകൃതിയാണ് പ്രവാചകന്മാർ, ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യ പ്രകൃതത്തിലാണ് പ്രവാചകന്മാർ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വേദനയിൽ പങ്കുചേരാൻ പ്രവാചകർക്ക് കഴിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് അതാ ഒരു സഹാബി കയറി വന്ന് പറയുന്നു, നബിയേ, ഞാൻ പട്ടാപ്പകൽ എന്റെ ഭാര്യയോടൊപ്പം താമസിക്കുമ്പോ റമളാനിന്റെ പട്ടാപ്പകൽ ഒരു അപകടം സംഭവിച്ചു പോയി നബിയേ. ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാണ്, നബിയേ,
റമദാനിന്റെ പട്ടാപ്പകലിൽ എന്നിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു. അതെന്താ? നിബിതങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയെ, റമദാനിന്റെ പട്ടാപകലിൽ ഞാൻ എൻ്റെ ഭാര്യയുമായി അറിയാതെ ബന്ധപ്പെട്ടു പോയി നബിയെ. അതൊരു വല്ലാത്ത മനുഷ്യനാണല്ലോ, മാനുഷിക സാബല്യങ്ങൾക്ക് അടിമപ്പെട്ട് അങ്ങനെ സംഭവിച്ചു, വല്ല മാർഗമുണ്ടോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് കഫാറത്ത് ഇങ്ങനെ സമർപ്പിക്കുകയാണ്. നിനക്ക് ഒരടിമയെ ചെല്ലാൻ കഴിയുമോ? ഇയാൾ പറഞ്ഞു, ഇല്ല നബിയെ, ഞാൻ പച്ചപാവമാണ്, എനിക്കതിനൊന്നും കഴിയില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, 2 മാസം നിനക്ക് തുടരെ നോമ്പനുഷ്ഠിക്കാൻ കഴിയുമോ? 2 മാസം നിനക്ക് തുടരെ നോമ്പനുഷ്ഠിക്കാൻ കഴിയോ? കാരണം എന്തുകൊണ്ട് ഈ 2 മാസം നോമ്പനുഷ്ഠിക്കാൻ കഴിയോ എന്ന് ചോദിച്ചത് അതിന്റെ കഫാറത്ത് പ്രായശ്ചിത്തം അതാണ്. ഇത് നമുക്കൊക്കെ അറിയാലോ മസ്അല. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ റസൂലിന് കണ്ടറിയാനും അതിൽ സഹകരിക്കാനും കഴിഞ്ഞത് എന്തുകൊണ്ടാ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ വികാരങ്ങൾ അറിയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. അത് പറയാനാ ഞാനത് പറഞ്ഞു വരുന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, 2 മാസം ഒരു നോമ്പിന് പകരം 60 നോമ്പ് നോൽക്കണം. 59 നോമ്പ് വെച്ചു, 60ാമത്തെ ദിവസം നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ 1 തൊട്ട് തുടങ്ങണം. ഓ നബിയെ, അതെന്നെ കൊണ്ട് തീരെ കഴിയൂല. കാരണം ഒരു ദിവസത്തെ നോമ്പ് പറ്റപ്പോഴൊക്കെ എൻ്റെ കഥ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ 60 നോക്കിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അത് നടക്കൂല നബിയെ, വിഷമാണ്, എന്നെ കൊണ്ട് കഴിയൂല നബിയെ. അവിടുന്ന് ചോദിച്ചു, 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ നിനക്ക് കഴിയോ? കഴിയൂല നബിയേ, കഴിയില്ല. എന്താ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാനൊരു പാവമാണ്, എനിക്കതിനു മാത്രമുള്ള സാമ്പത്തിക കെട്ടുറപ്പില്ല. പിന്നീട് ഞാൻ എങ്ങനെയാണ് നബിയെ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി തങ്ങൾക്ക് ഹദിയയായി കിട്ടിയ കാരക്കക്കൊട്ടയുണ്ടായിരുന്നു അവിടെ. ആ കൊട്ടക്കാരക്ക ഇങ്ങെടുത്തിട്ട് ഈ സാധുവിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ സാധുക്കൾക്ക് ഭക്ഷിപ്പിച്ച് കളയണം, ഇത് നീ സാധുക്കൾക്ക് ഭക്ഷിപ്പിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിയായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ചോദിച്ചു, സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി ഇദ്ദേഹത്തോട്, ഒരടിമയെ എത്തിക്കെല്ലാം കഴിയോ? ഓ അതെന്തായാലും കഴിയൂല. 2 മാസം നോമ്പ് വിൽക്കാൻ കഴിയോ? അതിനും കഴിയൂല. എന്നാ പിന്നെ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയോ? അതിനും കഴിയൂല നബിയെ എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് ഇത് മനുഷ്യ പ്രകൃതത്തിൽപ്പെട്ട ആളല്ല റസൂലെങ്കിൽ ജിബ്രീലായിരുന്നു നമുക്ക് നബിയായി വന്നിരുന്നത് എന്ന് സങ്കല്പിക്കാം. എന്നാൽ സഹിക്കാൻ കഴിയോ ജിബ്രീലിന് ഇത്? ജിബ്രീൽ ചോദിക്കൂലേ, ചോദിക്കണമൊക്കെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്തിനാ വയ്ക്കുക, ഇതിനെന്നെ വയ്ക്കുള്ളൂ എന്ന് വെക്കൂലേ? സ്വാഭാവികമായിട്ട് ചോദിച്ചു പോകൂലേ? കാരണം എല്ലാം പറയുന്നതൊക്കെ പറയുന്നത് എനിക്കാവൂല, എന്നോട് കഴിയൂല നബിയെ, കഴിയാഞ്ഞിട്ടാണ്. എന്നാ നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിനോട് ഇയാൾ പറയുന്നത് അവസാനം സ്വതക്ക ചെയ്യാനുള്ള വകുപ്പിൽ എന്ന് പറഞ്ഞപ്പോൾ റസൂലും അത് ഉണ്ടാക്കി കയ്യിൽ കൊടുത്തു, ഇത് സാധുക്കൾക്ക് ഭക്ഷിപ്പിക്കൂ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ ചോദിക്കാണ്, അള്ളാഹുവിന്റെ റസൂലേ, സാധുക്കൾക്കാണോ ഇത് കൊടുക്കേണ്ടത്? അതേ, ഫുഖറാഇന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ ഇദ്ദേഹം ചോദിക്കാൻ നബി തങ്ങളോട്, വല്ലാഹി മാ ബൈന ലാബതൈഹാ ബൈത്തുൻ അഫ്ഖറു മിൻ ബൈതി യാ റസൂലല്ലാഹ്. അല്ലാഹു സാക്ഷി നബിയെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ മദീനയുടെ 2 അറ്റങ്ങൾക്കിടയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരതിയാൽ ബൈത്തുൻ അഫ്ഖറു മിൻ ബൈത്തി, എന്റെ വീടിനേക്കാൾ ഫഖ്റ് പിടിച്ചൊരു വീടില്ല, ഏറ്റവും ദാരിദ്ര്യം എന്റെ പുരയില എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇത് എന്റെ കുട്ടികൾക്കും മക്കൾക്കും തന്നെ കൊടുത്താൽ മതിയോ എന്നാ ചോദ്യം. വിടുവോ? വേറൊരാളാണെങ്കിൽ വിടുവോ? അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിച്ചു. നമുക്ക് കാണാം, നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് അത് കേട്ടപ്പം ക്രുദ്ധനാവുകയല്ല ചെയ്തത്, രോഷാകുലനാവുകയല്ല ചെയ്തത്. അത് കേട്ടപ്പോൾ മുത്തുനബി പുഞ്ചിരിക്കുകയാണ്, കൃത്യമായി പുഞ്ചിരിച്ചു. കാരണം ഈ മനുഷ്യന്റെ പട്ടിണി തിരിച്ചറിഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, കുൽ അൻത വഇയാലു, മോനെ നീയും നിന്റെ കുടുംബവും സുഭിക്ഷമായി കഴിച്ചോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? മനുഷ്യനായതുകൊണ്ടാ. അതാ അല്ലാഹു പറഞ്ഞത്, ഈ ഭൂമിയിൽ മലക്കുകളായിരുന്നു ഉള്ളതെങ്കിൽ ജിബ്രീലിനെ പ്രവാചകനാക്കാമായിരുന്നു.
മനുഷ്യരെ നയിക്കാൻ മനുഷ്യർ തന്നെ വേണം. ഒരു യുദ്ധത്തിന് വേണ്ടി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ഒരു സ്ഥലത്ത് 8 ദിവസം തമ്പടിച്ച് പിറ്റേന്ന് യുദ്ധം നടക്കാനിരിക്കുകയാണ്. ആ സമരക്കളത്തിലേക്കുള്ള മുഴുവൻ തയ്യാറെടുപ്പുകളും പൂർണ്ണമായപ്പോ അന്ന് രാത്രി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുക തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട്, സഹാബ 8 ദിവസമായില്ലേ പൊരേന്ന് പോന്നിട്ട് ഒന്ന് പൊരേ പോയി നോക്ക് എല്ലാവരും, എന്നിട്ട് രാവിലെ സമരക്കളം ഒരുങ്ങുമ്പോഴേക്ക് നിങ്ങൾ തിരിച്ചെത്തിയാൽ മതി, എല്ലാവരും പൊരേ പോയി ഭാര്യനെയും മക്കളെയും ഒക്കെ ഒന്ന് കണ്ട് സന്തോഷിച്ചു വന്നോളൂ. ഇവർ പറഞ്ഞു, നബി അത് വേണോ? ഇന്നിപ്പോ ഇനി വീട്ടിലേക്ക് പോകണോ? കാരണം ഈ നമ്മൾ ഒരുക്കി വെച്ച ഈ തയ്യാറെടുപ്പുകളൊക്കെ താളം തെറ്റൂലേ നബിയെ, അതുകൊണ്ട് ഇന്ന് പോവണ്ട, നമുക്ക് നാളെ യുദ്ധം കഴിഞ്ഞിട്ട് വിധിയുള്ളവർക്ക് മാത്രം വീട്ടിലേക്ക് തിരിച്ചു പോകാ എന്ന് വെച്ചൂടെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ല, ആ പറയുന്നതൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയാ, എനിക്കറിയാം. നിങ്ങളുടെ മനസ്സ് ഞാൻ വായിക്കുന്നുണ്ട്. ഭാര്യമാരോട് അകന്നു നിന്നപ്പം ഭാര്യമാരെ കണ്ടാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്ന ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ ഭാര്യമാരുടെ അടുത്തൊന്ന് പോയി വന്നോട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി എല്ലാവരും പോയി. സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാവരും പോയി, ഞങ്ങൾ തിരിച്ചു വന്നു. ഒരു ദർസിടത്തിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞയച്ചു എന്ന് സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഏതാനും ദിവസം ഞങ്ങൾ പള്ളി ദർസിൽ ഇരുന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഭാര്യമാരെയും കുട്ടികളെയൊക്കെ കാണാൻ വേണ്ടി വിട്ടു. ഇതൊക്കെ മനുഷ്യരാകുന്നത് കൊണ്ടാണ് നടക്കുന്നത്. അല്ല എങ്കിൽ കൊല്ലത്തോട് കൊല്ലം നീ നിന്റെ ഭാര്യയെ കണ്ടില്ലെങ്കിലും ജിബ്രീൽ ചോദിക്കൂല നീ വീട്ടിൽ പോകുന്നോ, ഒരിക്കലും ചോദിക്കൂല. കാരണം ഭാര്യയെ കാണാഞ്ഞാലുള്ള വിഷമം എന്താണെന്ന് ജിബ്രീലിനറിയില്ല. കൊല്ലത്തോട് കൊല്ലം നോമ്പാണെന്ന് പ്രഖ്യാപിക്കാൻ ജിബ്രീലിന് വിഷമമുണ്ടാകൂല. കാരണം ഭക്ഷണം കഴിക്കാഞ്ഞാലുള്ള വിഷമം എന്താണെന്ന് ജിബ്രീലിനറിയില്ല. ഇതാണ് കുഴപ്പം. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. ഇവരോട് അന്ന് എല്ലാ നബിമാരെയും പരിഹസിക്കാൻ വേണ്ടി അന്നത്തെ ജനത ഉപയോഗിച്ചിരുന്ന കടുത്ത ഒരു പദപ്രയോഗമായിരുന്നു ഇത്. നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാര് തന്നെയാണ്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് വേറൊരർത്ഥത്തിൽ ചിലരത്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ വിഷയം അതാണല്ലോ, പ്രവാചക നിന്ദയുടെ പരിണിതിയാണ് നാളെ പറയാൻ പോകുന്നത്. അതിൽ ഇൻഷാ അല്ലാഹ് അത് പറയും. ഇന്ന് പറയുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റു പ്രവാചകന്മാരെല്ലാവരും, അമ്പിയാക്കളെല്ലാവരും അവരൊക്കെ മനുഷ്യ പ്രകൃതത്തിലായിരുന്നു. എല്ലാ നബിമാരോടും ഇങ്ങനെ പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. അള്ളാഹ് എത്രത്തോളം പറഞ്ഞു എന്നറിയോ നിങ്ങൾ? സൂറത്തുൽ അൻആമിന്റെ 9-ാം ആയത്തിൽ അള്ളാഹ് പറയുന്നത് കാണാം, ഇനിയൊരു മലക്കിനെ തന്നെയാണ് നിങ്ങളിലേക്ക് നബിയാക്കുന്നത് എന്ന് വെച്ചോ, എന്നാൽ ആ മലക്കിനെ തന്നെ മലക്കിന്റെ കോലത്തിൽ വിടൂല. ഒരു മലക്കിനെ ആക്കുകയാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് മനുഷ്യ പ്രകൃതിയായിരിക്കും. അല്ലാഹു തആല പറയുന്നുണ്ട്, വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലാ. വലൗ ജഅൽനാഹു മലക്കാ, ആ പ്രവാചകനെ ഞാനൊരു മലക്കാക്കിയാൽ പോലും ലജഅൽനാഹു റജുലാ, മനുഷ്യനാക്കിയിട്ടാ ഞാൻ പറഞ്ഞേക്കുക. മനുഷ്യ കോലത്തിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വിടുക. കാരണം ജനതക്ക് മാതൃക വേണല്ലോ പ്രവാചകന്മാരിൽ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ ഹബീബിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ സ്വപ്രകൃതത്തിലുള്ളവരെയല്ലേ മാതൃകയാക്കി ജീവിക്കാൻ പറ്റൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് നിഷേധിച്ചപ്പോൾ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, നബിയേ തങ്ങൾ പറയണം, ഇതെന്തൊരു റസൂലാ, അങ്ങാടി കൂടെ ഇങ്ങനെ വലസി നടക്കുകയാണ്, അങ്ങാടിയിൽ സാധനം വാങ്ങാൻ വരുന്നുണ്ട്, മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ട്, നമ്മളോടൊപ്പമൊക്കെ വന്നിരിക്കുന്നുണ്ട്, ഇതെന്തൊരു റസൂലാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹ് പറയാൻ പറഞ്ഞതാണ്, ഖുൽ നബിയെ തങ്ങൾ പറയണം, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം പറയുമ്പോൾ വളരെ കരുതണം. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ, സംശയിക്കണ്ട. അല്ലാതെ നിങ്ങളെപ്പോലത്തെ മനുഷ്യനെന്നല്ല, നിങ്ങളെ പോലെ ഞാനും ഒരു മനുഷ്യനാണ്. ഇന്നമാ അന ബശറും മിസ്ലുക്കും, നിങ്ങളെപ്പോലെ ഞാൻ ഭക്ഷണം കഴിക്കും, നിങ്ങളെപ്പോലെ ഞാൻ വെള്ളം കുടിക്കും,
നിങ്ങളെപ്പോലെ ഞാൻ ഭാര്യമാരുമായി ബന്ധപ്പെടും, നിങ്ങളെപ്പോലെ ഞാൻ അങ്ങാടിയിൽ വരും, നിങ്ങളെപ്പോലെ എനിക്ക് സൗഹൃദമുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ മാനുഷിക സ്വഭാവങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് സംശയിക്കാനിടയാണ്. ആർക്ക്? ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ അല്ലാഹുവിൻ്റെ റസൂല് സാധാരണ പ്രകൃതിക്കാരനാണ്, നമ്മളെപ്പോലത്തെ സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നുണ്ടല്ലോ. അവർ സംശയിക്കുമെന്ന് കരുതിയപ്പോൾ സൂറത്തുൽ കഹ്ഫിൽ അവിടെ തന്നെ പറഞ്ഞു യുഹാ ഇലയ്യ, പക്ഷേ എനിക്ക് വഹ്യ് കിട്ടുന്നുണ്ട്. നിങ്ങളെപ്പോലെയല്ല, ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് വഹ്യ് കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേകത എനിക്ക് നിങ്ങളിൽ നിന്ന് ഉണ്ട്, സംശയിക്കണ്ട. എന്നാൽ ഈ പ്രയോഗത്തെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഹബീബ് തുറന്ന് പ്രഖ്യാപിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ അന ബിമിസ്ലിക്കും, ഞാൻ നിങ്ങളെപ്പോലെയല്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാ അന ബിമിസ്ലിക്കും, ഞാൻ ഒരിക്കലും നിങ്ങളെപ്പോലത്തെ ആളല്ല. അപ്പൊ അതല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഇൻഷാ അല്ലാഹ് നാളെ പറയും. ഇവിടെ നബിമാരെ കൊച്ചാക്കാൻ വേണ്ടി നിങ്ങളെങ്ങനെ മനുഷ്യന്മാരായിട്ട് നബിമാരായിട്ട് വന്നു എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതെല്ലാവരോടും. നൂഹ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് മാ നറാക ഇല്ലാ ബശറൻ മിസ്ലനാ, ഓരോ നബിമാരോട് പറഞ്ഞ കുറച്ച് പ്രയോഗങ്ങൾ ഞാൻ ഇങ്ങനെ വായിച്ചു പോകാം. മാ നറാക ഇല്ലാ ബശറൻ മിസ്ലനാ, ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനായിട്ടാ കാണുന്നത്. നിങ്ങളും ഞങ്ങളൊക്കെ മനുഷ്യന്മാരാ. ഹൂദ് 27, സൂറത്ത് ഹൂദ് 27. അതാ ബഹുമാനപ്പെട്ട ഹൂദ് നബിയോട്, നൂഹ് നബിയോടാ നേരത്തെ പറഞ്ഞത്. ഇനി ഹൂദ് നബിയോട്, ആദ് സമൂഹത്തിലേക്ക് അള്ളാഹു പറഞ്ഞയച്ച നബിയാണ് ഹൂദ് അലൈഹിസ്സലാം. അവരോട് തന്റെ ജനത പറഞ്ഞു, മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇത് നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ. യഅ്കുലു മിമ്മാ തഅ്കുലൂന മിൻഹു വയശ്റബു മിമ്മാ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്നതൊക്കെ കുടിക്കുന്നു, നിങ്ങൾ തിന്നുന്നതൊക്കെ തിന്നുന്നു. സൂറത്തുൽ മുഅ്മിനൂന 33. സ്വാലിഹ് നബിയെ പറ്റി ഇവർ പറഞ്ഞു, മാ അൻത ഇല്ലാ ബശറും മിസ്ലുനാ, നീ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ മാത്രമാണ്. സൂറത്തു ശുഅറാ 154. മൂസ ഹാറൂൻ അലൈഹിമസ്സലാം ജ്യേഷ്ഠനും അനുജനുമാണ്. ആ നബിമാരോട് പറഞ്ഞു, അനുഅ്മിനു ലി ബശറൈനി മിസ്ലിനാ, ഞങ്ങളെപ്പോലത്തെ രണ്ട് മനുഷ്യന്മാരെ ഞങ്ങൾ പിന്തുടരണം, വിശ്വസിക്കണമെന്നോ നടക്കൂല. സൂറത്തുൽ മുഅ്മിനൂന 47. ഇങ്ങനെ ഓരോ നബിമാരോടും പറഞ്ഞിരുന്നു. അതേ രൂപത്തിൽ അംബിയാ യാസീനോടും പറഞ്ഞു. അംബിയാ യാസീൻ, അങ്ങനെയാണ് നമ്മൾ ഇവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും. യാസീൻ സൂറയിൽ പ്രതിപാദിച്ച നബിമാര് പേരെന്താണ്, നാടേതാണെന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതൊന്നും അറിയാത്തത് കൊണ്ട് വല്ല നഷ്ടമുണ്ടോ? ഒരു നഷ്ടവുമില്ല. അത് അവസാനം പറയും, എന്തേ പേര് പറയാതിരുന്നത്, നാട് പറയാതിരുന്നത്, അവരുടെ തറവാട് പറയാതിരുന്നത്, ഇതൊക്കെ പിന്നീട് പറയാം. മാ അൻതും ബില്ലാ ബശറും മിസ്ലുനാ വമാ അൻസലർ റഹ്മാനു മിൻ ശൈഇൻ അൻതും ബില്ലാ തക്ദിബൂൻ. നിങ്ങൾ പച്ചക്കള്ളം പറയാണ്, അല്ലാഹു ഒന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾക്ക് ഒരു പ്രത്യേകതയില്ല, നിങ്ങൾക്കൊരു വഹയുമില്ല, ഒരു ചുക്കുമില്ല, മിണ്ടാതെ പൊയ്ക്കോ അവിടുന്ന്. അപ്പോൾ ഈ നബിമാര് പറയാണ്, ഈ രൂപത്തിൽ ഇവരെ നിഷേധിച്ചപ്പോ, നിഷേധം വരുമ്പോ ഒന്ന് ശക്തി കൂട്ടി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. നേരത്തെ ഇവരെ ഒടുക്കം മട്ടിന് പറഞ്ഞു, അല്പശക്തിയുണ്ട്, സംശയിക്കുന്നവനോടുള്ള ശക്തി മാത്രമേ ഉള്ളൂ. ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ്. അത് നിഷേധിച്ചു. അവര് രണ്ടു വാദം ഇങ്ങോട്ട് ഉന്നയിച്ചപ്പോ അതിന് മറുപടി പറയാൻ അവര് പറഞ്ഞു, റബ്ബുനാ യഅലം, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം. ഞങ്ങൾ മുർസലീങ്ങളല്ലെന്ന് പറഞ്ഞാലും ഞങ്ങളെ പറഞ്ഞയച്ച അല്ലാഹ്ക്കറിയാം. റബ്ബുനാ യഅലം ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. ഒരുപാട് ശക്തിവാചകങ്ങൾ അവിടെ ഉണ്ട്. പണ്ഡിതന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാഹുവിനറിയാം, പടച്ച റബ്ബ് സാക്ഷി, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാര് തന്നെ. ഇന്നാ ഇലൈക്കും ലമുർസലൂൻ വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. നിങ്ങൾ എന്തിനാ റൈസാവുന്നത് കൂട്ടരെ? അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങളുടെ മേലിൽ വമാ അലൈനാ, ഞങ്ങൾക്കില്ല ഇല്ലൽ ബലാഗുൽ മുബീൻ,